ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മഹീന മുന്ന അതേപോലെ റാഫി ഡി ക്യു ഇവർ വേർപിരിഞ്ഞു എന്ന ഒരു സംഗതി, ഒരു വാർത്ത വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ റാഫി ഡി ക്യുവിൻ്റെ വൈഫായിട്ടുള്ള മഹീന മുന്ന അവരവരുടെ യൂട്യൂബ് ചാനൽ മഹീന മുന്ന വ്ളോഗ്സ് എന്ന ചാനലിൽ അവരൊരു എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ അല്ലേ. അപ്പോൾ അവർ ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, കല്യാണം കഴിക്കുന്നതും സെപ്പറേറ്റഡ് ആകുന്നതോ ഡിവോഴ്സ്ഡ് ആകുന്നതോ ഒക്കെ വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അത് ചെയ്യുന്ന ആളുകൾ മോശക്കാരാണെന്നോ തേപ്പുകാരാണെന്നോ ഒന്നും പറയാൻ പറ്റൂല. ഇപ്പോൾ പല ആൾക്കാരും എന്താ വെച്ചാൽ സെപ്പറേറ്റഡ് ആണ് എന്ന് കേൾക്കുമ്പോൾ പല ആളുകളും എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ചോ, ഭാര്യ ഭർത്താവിനെ തേച്ചു, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേറെ അവിഹിതം, വേറെ തന്നെ കണ്ടപ്പോൾ അല്ലെങ്കിൽ വേറെ സൗകര്യങ്ങൾ കണ്ടപ്പോൾ ഭർത്താവിനെ തേച്ചു എന്ന് പലപ്പോഴും പറയും. എന്നിട്ട് ഓളേൻ്റെ സ്ലട്ട് ഷെയിം ചെയ്യും അല്ലേ. വേറെ പലരും പറയുന്നത് വെച്ചോ, അവനക്ക് പണ്ടേ അറിയായിരുന്നു, ആ കിട്ടോ മനപ്പൂർവ്വം ഓളെ പറ്റിച്ചാണ്, അവന് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അല്ലേ, അവൻ്റെ സ്വഭാവം മഹാപ്പഴയായിരുന്നു എന്നൊക്കെ അങ്ങനെ കുറേ ടീംസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർ പറയുന്നത്, മഹീന മുന്ന പറയുന്നത്, അവരുടെ ചാനൽ പറയുന്നത്, അവരോടും അവരുടെ സുഹൃത്തുക്കളോടും, അവരോട് പറഞ്ഞാൽ അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ കേട്ടോ, അവരുടെ സുഹൃത്തുക്കളോടും അതേപോലെ അവരുടെ ഉപ്പാനോടും ഉമ്മാനോടൊക്കെ വന്നിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട്, എന്താണ് ഒരു ജീവിതത്തിൽ സംഭവിച്ചത്? ഇവർ പണ്ടത്തെ പോലെ ഹാപ്പി അല്ലല്ലോ, വീഡിയോസൊക്കെ അടിപൊളിയായിട്ട് ചെയ്ത ടീംസാണല്ലോ, ഗൾഫിലെത്തിയതിന് ശേഷം കാര്യമായി മാറ്റങ്ങൾ വന്നല്ലോ. അവരിപ്പോൾ ദുബായിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളുണ്ടല്ലോ, എന്തൊക്കെ സംഭവിച്ചത്, എന്തൊക്കെ കുനിഷ്ഠ പരിപാടി ഉണ്ടല്ലോ, എന്താ സംഭവിച്ചത്, ഒരു സെപ്പറേറ്റഡ് ആണോ ഡിവോഴ്സ്ഡ് ആണോ എന്നൊക്കെ. അല്ല, ഒരേ കെട്ടിയവനായിട്ടുള്ള റാഫി ഭയങ്കര തമാശ എന്ന് പറഞ്ഞ രീതിയിൽ ഇൻസ്റ്റാഗ്രാമിലെ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ട് അങ്ങനെയല്ലേ. ഞാൻ ആദ്യമായിട്ട് ഈ കക്ഷീനെ ശ്രദ്ധിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ ചക്കപ്പഴം എന്നുള്ള ആ ഒരു പ്രോഗ്രാമിൽ മൂപ്പര് വന്ന് ഒക്കെയാണ്. അപ്പോൾ പലരും പറയുന്നത് റാഫിയുടെ കാശ് കണ്ടിട്ടാണ് മഹീന മുന്ന ഓനെ കെട്ടിയത് എന്നൊക്കെ പറഞ്ഞത്. ഇപ്പോൾ ഓൾക്ക് ദുബായിൽ ജോലിയായപ്പോൾ ഓൻ്റെ ഫെയിമും കുറച്ച് കുറഞ്ഞ് അപ്പോൾ അവനെ തേച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടീംസ് അങ്ങനെയൊക്കെ പറയുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ പിന്നെ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, അവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ, എക്സ്ട്രാ റിലേഷൻഷിപ്പാണോ ഇതിൻ്റെ കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് പല വീഡിയോസിൽ താഴെയുള്ള കമൻറ്റുകളൊക്കെ ശ്രദ്ധയപ്പെടുകയുണ്ടായി. അപ്പോൾ എന്താ ചെയ്യുക, ആളുകൾക്ക് ഇത് അറിയാണ്ട്, ആളുകൾക്ക് കുൽസിതമാണ് അറിയേണ്ടി വന്നു. കുൽസിതം എന്താ വാക്കില്ല, കുൽസിതം. അപ്പോൾ ഇവരെ വീഡിയോയിൽ പറയുന്ന കാര്യം ഇത്രയേ കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഇനി ഇതിനെക്കുറിച്ച് ആളുകൾ ഓരോ ഉപ്പാനോടും ഉമ്മാനോടും ഫ്രണ്ട്സിനോടും ചോദിക്കേണ്ട. ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുമ്പോൾ